നമ്മുടെ ഉള്ളിലെ അത്ഭുതം ഇപ്പോഴും വിട്ടൊഴിയുന്നില്ല. നീതിവാക്യൻ ഇത്രയും വിശിഷ്ടമായൊരു സിംഹാസനം, അതുപോലൊരു കൃഷിയിടത്തിൽ, അതും അത്രയും ആഴത്തിൽ, നമുക്കെത്ര ചിന്തിച്ചിട്ടും വ്യക്തമാകുന്നില്ല. മന്ത്രി, ആരുടേതാകാം ആ സിംഹാസനം? മാളവത്തിന്റെ ഭാഗ്യം മണ്ണിലും ഉണ്ടാകാമല്ലോ രാജൻ. സർവാഭീഷ്ട വരദായിനിയായ ഭൂമിദേവി മാളവദേശത്തിനും ഈ ധർമ്മപുരിക്കുമായി കരുതിവച്ച പാരിതോഷികമാകാം ചിലപ്പോൾ. അതെ, ഭൂമിദേവിയുടെ വരദാനം തന്നെയാകാം അത്. വൈശിഷ്ട്യമേറിയ സിംഹാസനത്തിന്റെ പ്രഭയും ഐശ്വര്യവും കാണും തോറും അതിലേക്കുള്ള ആരോഹണത്തിന് നമുക്ക് ധൃതിയായി. അതിനെന്താ മഹാരാജൻ, രാജമാതാവുമായി ഒന്ന് ആലോചിച്ചിട്ട് ഉടനെ വേണ്ട ഏർപ്പാടുകൾ ചെയ്യാം. രാജമാതാവ് എഴുന്നള്ളുന്നു, രാജമാതാവ് എഴുന്നള്ളുന്നു, രാജമാതാവ് എഴുന്നള്ളുന്നു. പ്രണാമം മാതാശ്രീ. ദീർഘായുസ്. ഒരു കാര്യം കുമാരനെ ഓർമ്മപ്പെടുത്തണം എന്ന് നനച്ചാണ് നാം ഇവിടെ എത്തിയത്. കൊട്ടാരത്തിന്റെ അകത്തളത്തിലാണെങ്കിലും നമ്മുടെ പ്രജകളുടെ മനസ്സും അവരുടെ ആഗ്രഹങ്ങളും നാം അറിയുന്നുണ്ട്. കുമാരൻ എത്രയും വേഗം വരദാനമായി ലഭ്യമായ ആ സിംഹാസനത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതിനായി കാത്തിരിപ്പാണവർ. ഇനിയും വൈകരുത്. രാജഗുരുവിന്റെ നിർദ്ദേശാനുസരണം ഒരു ശുഭദിനം കണ്ടെത്തണം, ഒപ്പം ശ്രേഷ്ഠമായ ഒരു മുഹൂർത്തവും. അഭീഷ്ടം പോലെ. ഇന്നേക്ക് 3-ാം നാൾ ഉദയം പിന്നിട്ട് 4 നാഴിക 36 വിനാഴികയ്ക്ക് ശേഷം വരുന്ന ശുഭമുഹൂർത്തത്തിൽ സിംഹാസനാരോഹണം. നാളെ പുലർച്ചെ മുതൽ പൂജയും കർമ്മങ്ങളും ആരംഭിക്കണം. ഒക്കെയും അവിടുന്ന് തന്നെ നേരിട്ട് നിർവഹിക്കണം. സിംഹാസനാരോഹണത്തിന് പ്രാരംഭമായി ദാനധർമ്മങ്ങൾ നടത്തണം. ഗോദാനം മുതൽ അന്നദാനം വരെ അങ്ങ് പൂർത്തിയാക്കണം. ബ്രാഹ്മണർക്കുള്ള ദാനധർമ്മങ്ങൾ വേറെയും. എല്ലാം അവിടുത്തെ നിർദ്ദേശം പോലെ. സർവമംഗളം. മാന്യമഹാജനങ്ങളെ,
മാളവ്യാധിപൻ ശ്രീ രാജരാജശ്രീ ഭോജമഹാരാജൻ അറിയിക്കുന്നതെന്തെന്നാൽ ഭോജമഹാരാജന് വരദാനമായി കിട്ടിയ ദിവ്യസിംഹാസനത്തിലേക്കുള്ള ആരോഹണ കർമ്മം നാളെ പുലർച്ചെ ഭോജരാജ സന്നിധിയിൽ നടത്തുന്നതാണ്. ഭോജരാജൻ നീണാൾ വാഴട്ടെ, ഭോജരാജൻ വിജയിക്കട്ടെ. ജ്യേഷ്ഠൻ എന്താ ഒന്നും മിണ്ടാത്തത്? പുറത്തെ ആരവങ്ങൾ കേട്ട് ജ്യേഷ്ഠന്റെ ഉള്ളം കുളിർക്കുകയാവും. ഈ വിജയഭേരികൾക്ക് ചെവിയോർക്കുന്നതിനേക്കാൾ ഭേദം സ്വയം ജീവനൊടുക്കുന്നതാവും. മാളവത്തിന്റെ ചെങ്കോലും കിരീടവും മോഹിച്ചിട്ട് ഒടുവിൽ അവ മറ്റൊരാൾ കൈക്കലാക്കുമ്പോ അത് കണ്ട് ആസ്വദിക്കാൻ മാത്രം എന്താ ജ്യേഷ്ഠന്റെ മനസ്സ് മുരടിച്ചു പോയി. അച്ഛന്റെ ബുദ്ധിമോശം. അല്ലെങ്കിൽ അധികാരവും രാജ്യവും ഒരിക്കലും നമുക്ക് നഷ്ടമാവില്ലായിരുന്നു. ഇളയേശന്റെ മകൻ ഭോജൻ, അവൻ ഒരിക്കലും മാളവത്തിന്റെ കിരീടം ചൂടില്ലായിരുന്നു. അച്ഛന്റെ ബുദ്ധിയല്ല പിണ പറയേണ്ടത്. തകരാറ് നമ്മുടെ ശിരോലിഖിതത്തിനാണ്. അച്ഛന്റെ പ്രായച്ചിത്തമായിരുന്നില്ലേ ഭോജന്റെ സ്ഥാനാരോഹണം? അച്ഛന്റെ പ്രായച്ചിത്തം എനിക്ക് കേൾക്കണ്ട. നമ്മുടെ അച്ഛൻ മുജരാജൻ ജീവൻ ഒടുക്കിയത് തൈലവന്റെ കാരാഗൃഹത്തിൽ. അതും പ്രായച്ചിത്തമോ? നമുക്ക് അവകാശപ്പെട്ടതിന് അവൻ അർഹനായി. അത് നമ്മുടെ വിധി. രാജകുമാരന്മാരായി മാത്രം ജീവിച്ച് പട്ടടയിൽ എരിഞ്ഞമരാനുള്ള വിധി. വിധി? പരിഹാസം വേണ്ട. ഭോജൻ അവനാണ് രാജാവ്. ജനങ്ങൾക്കും രാജ്യത്തിനും അവനെയാണ് ആവശ്യം. നാം അതറിയണം. ഇപ്പോഴോ സ്വർഗനിർമ്മിതമെന്ന് ഘോഷിക്കപ്പെടുന്ന നിധി, അതും ഭോജന് സ്വന്തം. ഞാൻ വേണ്ട. പുറത്തെ ആരവം കേട്ടില്ലേ? ജനങ്ങൾ ഭോജന്റെ ഭാഗ്യം ആഘോഷിക്കുന്നു. നമ്മളും പങ്കെടുക്കണം. പൊരുതി നേടാൻ ഒരു പഴുത് കിട്ടും വരെ. ഇല്ല, ഒരുതി നേടാൻ ഒരു പഴുത് കിട്ടുന്നതുവരെ കാക്കാൻ എനിക്കാവില്ല ജ്യേഷ്ഠ. അവൻ സ്വായത്തമാക്കിയ മാളവത്തിന്റെ കിരീടവും ചെങ്കോലും തിരിച്ചു പിടിക്കാനായി നാളുകൾ എണ്ണി കാത്തിരിക്കാൻ ഇനി ഹേമഗുപ്തനില്ല. ഭാഗ്യങ്ങളൊന്നും കൂട്ടായി നിൽക്കുന്ന ഭോജന്റെ ശിരോലിഖിതം അത് ഞാൻ തിരുത്തി കുറിക്കും. അവന് കൈവന്ന ഭാഗ്യങ്ങൾ ഓരോന്നായി ഞാൻ സ്വന്തമാക്കും. അല്ല, നമ്മൾ സ്വന്തമാക്കും. അതിനായി ഏത് വൃത്തിഹീനമായ പാതയിലൂടെ സഞ്ചരിക്കാനും ഹേമഗുപ്തൻ അറക്കില്ല. ഹേമഗുപ്തന്റെ മനസ്സ് പതറില്ല. ഹേമഗുപ്തൻ അർത്ഥമാക്കുന്നത്? അതെ, ഭോജന്റെ അന്ത്യം. നമുക്ക് അവകാശപ്പെട്ടതിന് അവൻ അർഹനായ നാൾ മുതൽ ഞാൻ അവസരം പാർത്തിരിക്കുകയായിരുന്നു. അവന്റെ പ്രാണനെടുക്കാൻ ഇല്ല, ഇനി തെല്ലു അമാന്തിക്കില്ല ഹേമഗുപ്തൻ. ഭോജൻ പട്ടടയിൽ വെന്തു വെണ്ണീറാകുന്നത് ദർശിക്കാതെ ഇനി വിശ്രമമില്ല എനിക്ക്. അമൃതയത്തിൽ വിഷം ചേർത്തിട്ടായാലും കാളകൂട വിഷസർപ്പത്തിന്റെ ദംശനം ഏൽപ്പിച്ചിട്ടാണെങ്കിലും, അതല്ലെങ്കിൽ ഇരുളിന്റെ മറവിൽ നിന്ന് അവന്റെ മുതുകത്ത് ചുരിക താഴ്ത്തിയിട്ടാണെങ്കിലും ഭോജന്റെ പ്രാണൻ ഞാൻ എടുത്തിരിക്കും. ഹേമഗുപ്ത. അതേ ജ്യേഷ്ഠ, മാളവത്തിന്റെ ചെങ്കോലും കിരീടവും സ്വർഗനിർമ്മിതമെന്ന് ഘോഷിക്കപ്പെടുന്ന ആ സിംഹാസനവും ഉൾപ്പെടെ ഭോജന് സിദ്ധിച്ച സകല സൗഭാഗ്യങ്ങളും നമുക്ക് നേടിയെടുക്കണമെങ്കിൽ അവന്റെ പ്രാണൻ അത് നമുക്ക് കൂടിയേ തീരൂ. ആ പ്രാണൻ എടുക്കാനായി ജ്യേഷ്ഠനൊരു നിഴലായി എപ്പോഴും ഞാൻ കൂടെ ഉണ്ടാവും.
മാന്യമാന്യ ശ്രീ സാമ്രാട്ട് രാജരാജ ഭോജരാജ മഹാരാജൻ ഇതാ എഴുന്നള്ളുന്നു, ഇതാ എഴുന്നള്ളുന്നു, ഇതാ എഴുന്നള്ളുന്നു.